സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ രാഷ്ട്രീയ അടവുമായി NDA രംഗത്തെത്തി. RJD കോൺഗ്രസ് സഖ്യം ശക്തമായതോടെ നേരിയ ആശങ്കയിലാണ് NDA. തേജസ്വി യാദവിനെ മുൻനിർത്തി ഇന്ത്യൻ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത് NDA നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. RJDക്ക് അധികാരം കൊടുക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ ജനതയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. RJDയും സഖ്യകക്ഷികളും അധികാരത്തിൽ എത്തില്ലെന്ന് ബീഹാറിലെ സ്ത്രീകൾ ഉറപ്പാക്കണമെന്നാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകുന്ന പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതുവഴി ബീഹാറിലെ സ്ത്രീകളെ കയ്യിലെടുക്കാനുള്ള തന്ത്രമാണ് NDA ആസൂത്രണം ചെയ്യുന്നത്. RJD സഖ്യം അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 2,500 രൂപ സഹായം നൽകുന്ന മയി ബഹിൻമാൻ യോജന പദ്ധതി തുടങ്ങുമെന്ന് തേജസ്വി യാദവ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകി. ഇത്തവണ സംസ്ഥാനത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് RJD സഖ്യം പറഞ്ഞു. NDAയുടെ ഭരണത്തിൽ അതൃപ്തരാണെന്ന് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു. നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടിയാണ് NDA രംഗത്ത് വന്നിരിക്കുന്നത്. നിതീഷിന് സംസ്ഥാനത്ത് ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് മുതലെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിനായി നേതാക്കൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ തിളക്കത്തിൽ നിതീഷിനെ കരകയറ്റാനാണ് നേതാക്കളുടെ ലക്ഷ്യം. പക്ഷേ ഇതിനെ മറികടക്കാൻ കോൺഗ്രസും RJD തുടുപ്പുചീട്ട് ഇറക്കാനാണ് നീക്കം. അണിയറയിൽ കുത്തൊഴുക്കിന് സാധ്യതയുള്ളതിനാൽ വളരെ കരുതലോടെയാണ് ഇന്ത്യൻ സഖ്യം മുന്നോട്ട് നീങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന വിജയം ഇന്ത്യൻ സഖ്യത്തിനായിരിക്കുമെന്നാണ് സർവേ ഫലങ്ങളും പറയുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.